നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചർച്ച എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുന്നത് പോലെ എങ്ങനെ പ്രേമിക്കാന്ന. എന്നോട് ക്ഷമിക്കണം. ഞാൻ രഘുവേട്ടനിൽ നിന്ന് മാറി നടക്കുന്നതിന്റെ കാരണങ്ങൾ രഘുവേട്ടൻ അറിയില്ല. എല്ലാം അറിഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്ത് രഘുവേട്ടൻ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കില്ല. രഘുവേട്ടൻ തളർന്നു പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ഫോട്ടോ നോക്കി രഘുവേട്ടനോട് സംസാരിച്ച് അല്പമെങ്കിലും ഉറങ്ങുന്നത്. എനിക്കറിയില്ല ഇനി എന്ന് കാണാൻ പറ്റും. അതോ കാണുമെന്ന് പോലും എനിക്കറിയില്ല. ജ്യോതി, അത് പറഞ്ഞ ഞാൻ സമ്മതിച്ചേരില്ല. പ്രണയത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രണയ ജോഡികൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയാ. പരസ്പരം അംഗീകരിച്ചും വിട്ടുകൊടുത്തും എന്ത് രസമായിട്ട് അവര് ജീവിക്കുന്ന. അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും പ്രണയം കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുള്ളൂ. പോടി അവിടുന്ന്. நீங்க தைரியமா லவ் பண்ணுங்க மேடம். வேற யாரும் இல்லല്ലോ, உங்க ஹஸ்பண்ட் தானே. രഘു സാർ പട്ടാളത്തിൽ ഇരിക്കുമ്പോൾ സുജാത മേഡத்துக்கு ഒരു 5 വയസ്സ് ജാസ്തി ആയിടും. ആനാ അവർ ലീവ് പോയിട്ട് തിരുമ്പി വന്നാ ഒരു 10 വയസ്സ് കമ്മി ആയിടും. ഇല്ല ശരിതാനെ? മതിയടാ മതി. ഞങ്ങൾ വയസ്സിനും വയസ്സത്തെയും ജീവിച്ചു പോയിക്കോട്ടെ. വന്നല്ലോ ഓൾഡ് മാൻ. എന്താ ശരവണ ഒരു ചർച്ച? ഉങ്ങളെ പറ്റി താൻ സാർ. എന്നെ പറ്റിയോ? ഉങ്ങളെ പറ്റിയും സുജാത മേഡത്തെ പറ്റിയും. ചർച്ച എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുന്നത് പോലെ എങ്ങനെ പ്രേമിക്കാന്ന. ഈ ചർച്ചയിൽ ഞാനില്ല.
എല്ലാവരും വട്ടം വളഞ്ഞിരുന്ന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. കളിയാക്കിയതൊന്നും അല്ല അച്ഛ, കാര്യം പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എത്ര പ്രായായാലും നിങ്ങളുടെ ലവ് സ്റ്റോറി കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണെന്ന്. ഒന്ന് പോയന്റെ മോളെ, ഈ കാലത്തിന് എന്തോന്ന് പ്രണയം അല്ലേ സുജാതെ? അല്ല, ഇതെന്താ അച്ഛന്റെ കയ്യില്? ഇതൊന്നുമില്ല, ഇത് വേറൊരു കാര്യമാണ്. അതെന്താ വേറൊരു കാര്യം? നോക്കട്ടെ. അത് അത് നിങ്ങൾക്കുള്ളതൊന്നല്ല, അതെ വേറൊരു കാര്യമാണ്. എന്നാ പിന്നെ കണ്ടിട്ടേ ഉള്ളൂ. നോക്കട്ടെ. ഇങ്ങോട്ട് തരാൻ അച്ഛാ. അയ്യോ രഘുവേട്ടാ, ഇതെന്തായി കാണിക്കുന്നേ? അങ്ങോട്ട് കൊടുക്ക് രഘുവേട്ടാ. ഭംഗി ഇത് കാണാൻ. ഇത് ആർക്കാ അച്ഛാ? അച്ഛന്റെ നിൽപ്പ് കണ്ട് അറിഞ്ഞൂടേടി ഇത് ആർക്കുള്ളതാണെന്ന്. കല്യാണ വാർഷികത്തിന്റെ ഡേറ്റ് ആയിട്ടില്ലല്ലോ, പിന്നെ എന്താ? எனக்கு தெரியும். சார் முதல்ல சுஜாதா மேடத்தை பார்த்த தினம் தானே? ഇതൊന്നും അല്ല. ഇല്ല. പിന്നെന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.